ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന തേർഡ് മൊഡ്യൂളാണ്. സൈബർ സെക്യൂരിറ്റിയുടെ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റിയാണ് നമുക്ക് തേർഡ് മൊഡ്യൂളിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റീസ് എങ്ങനെയൊക്കെയാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതെന്നും അതിൻ്റെ കുറച്ച് സെക്യൂരിറ്റി മെത്തേഡുകളും ഒക്കെയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചു, ഇമെയിൽ സെക്യൂരിറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചതാണ്. അതേപോലെ തന്നെ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമുക്ക് എങ്ങനെയൊക്കെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ അകത്തിൽ, ഈ മൊഡ്യൂളിൻ്റെ അകത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് വി ടോക്ക് അബൌട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി ഓർ OS സെക്യൂരിറ്റി. ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് എൻഷുറിങ് OS ഇൻറ്റഗ്രിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് അവൈലബിലിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, സെക്യൂരിറ്റി എന്ന് പറയുന്ന അതിനകത്ത് മെയിൻ ആയിട്ട് 3 കൺസെപ്റ്റാണ് വരുന്നത്: ഇൻറ്റഗ്രിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് അവൈലബിലിറ്റി. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പുറത്തുനിന്നുള്ള ഒരാൾക്ക് നമ്മുടെ ഡേറ്റ, നമ്മുടെ OSന് എന്ത് ചെയ്യാൻ പറ്റില്ല, മെയിൻ്റെനൻസ് എന്തെങ്കിലും എക്സ്ട്രാ അവർക്കൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ഡേറ്റ സെക്യൂർ ആയിരിക്കണം. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ആ ഡേറ്റ, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റനെ ആക്സസ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. അപ്പം മെയിനായിട്ട് OS എൻഷുർ ചെയ്യുന്നത്, OSൻ്റെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് അവൈലബിലിറ്റി ആണ്. ഈ 3 പ്രോസസ്സുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എൻഷുർ ചെയ്തതെന്ന്. ഓക്കെ, then OS security refers to specified step or measures used to protect the OS from threats, viruses, worms, malware or remote hacker intrusions. അതായത് OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി മെയിനായിട്ട് റെഫർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ വൈറസ്, അതുപോലെ ത്രെഡുകൾ, മാൽവെയർ, അതുപോലെ ഇൻട്രൂഷൻ ഹാക്കേഴ്സ്, അത് ഔട്ട്സൈഡിൽ നിന്നുള്ള ഒരു റിമോട്ട്ലി ആക്സസ് ചെയ്യുന്ന ഹാക്കേഴ്സിനെയൊക്കെ നിന്നും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കുറേ സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകളും അതുപോലെ മെഷേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റിക്കകത്ത്. ഓക്കെ, അതായത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ത്രെഡായിട്ടുള്ള കുറേ മാൽവെയേഴ്സൊക്കെ ഇല്ലേ, അപ്പോൾ അതിൽ നിന്നുമൊക്കെ നമ്മുടെ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന കുറേ സ്റ്റെപ്സ് അതുപോലെ മെഷേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, OS security encompasses all preventive control techniques which safeguard any computer asset capable of being stolen, edited or deleted if OS security is compromised. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, നമ്മുടെ സിസ്റ്റത്തിലെ കുറേ അസറ്റുകൾ, നമ്മൾ വില കൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അസറ്റുകളാണ്. ഈവൻ അതൊരു ഹാർഡ്വെയർ ആവാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ആവാം, ഏതെങ്കിലും സിസ്റ്റം കമ്പോണൻറ്റുകൾ, ഫയലുകൾ, ഡോക്യുമെൻ്റ് ഒക്കെ നമ്മുടെ അസറ്റുകളാണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലെ അസറ്റുകൾക്ക് എന്താണ്, ഒരു സേഫ് ഗാർഡായിട്ട് എന്ത് ചെയ്യുന്നു, OS സെക്യൂരിറ്റി എൻകംബസൈസ് ചെയ്യും, ഒരു വലയമായിട്ട്. OSൻ്റെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് സുരക്ഷയായിട്ട് എപ്പോഴും എന്താണ്, ഒരു OS സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. അത് എന്താണ്, നമ്മൾ അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന, കമ്പ്യൂട്ടറിൻ്റെ അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന ഏതൊരു കാര്യത്തെയും ഇപ്പോൾ സ്റ്റോളൻ ചെയ്യാൻ, അല്ലെങ്കിൽ മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഏതെങ്കിലും നമ്മുടെ ഡേറ്റാസിനെ ഡിലീറ്റ് ചെയ്യുന്നതിൽ നിന്നുമൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ സിസ്റ്റത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് OS സെക്യൂരിറ്റി നമുക്ക് ഇവിടെ എൻകംബസൈസ് ചെയ്തിരിക്കുന്നത്. OS security encompasses many different techniques and methods which ensure safety from threat and attacks. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് മൊത്തത്തിൽ നമ്മുടെ സിസ്റ്റത്തിനെ എൻകംബസൈസ് ചെയ്യാൻ ഒരുപാട് ടെക്നിക്കുകൾ അതുപോലെ മെത്തേഡുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താ ചെയ്യുന്നത്, നമ്മുടെ അറ്റാക്കേഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ ത്രെഡിൽ നിന്നുമൊക്കെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അസറ്റുകളെയും സിസ്റ്റത്തിനെയൊക്കെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, സേഫായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. വിച്ച് എൻഷുർ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ത്രെഡ്സിൽ നിന്നും അറ്റാക്കിൽ നിന്നുമൊക്കെ
എന്ത് ചെയ്യുന്നു, ഒരു സേഫ്റ്റി നമ്മുടെ സിസ്റ്റത്തിന്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് OS സെക്യൂരിറ്റി നമ്മൾ മെയിനായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ടെക്നിക്കുകൾ അതുപോലെ മെത്തേഡുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം അൺഓതറൈസ്ഡ് ആയിട്ടുള്ള, നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള അല്ലാത്ത ആൾക്കാർ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ, OSനെ ആക്സസ് ചെയ്യാൻ വരുവാന്ന് വെച്ചോ. അപ്പോൾ അതിനെന്താണ്, കുറേ സെറ്റ് ഓഫ് ആപ്ലിക്കേഷൻസ് അതുപോലെ കുറേ പ്രോഗ്രാംസിൻ്റെയൊക്കെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, OSനെ അലൗ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരുന്നതിനെ കുറയ്ക്കും അത്. OS security allow different application and program to perform required task and stop unauthorized interferences. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും പ്രോഗ്രാംസും ഒക്കെ എന്താണ്, ചില ടാസ്കുകൾ പെർഫോം ചെയ്യാനായിട്ട് ആവശ്യമാണ്. അപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ OSനെ ആക്സസ് ചെയ്യാൻ വരുന്നത് എന്ത് ചെയ്യുന്നു, ഒരു പരിധി വരെ എന്ത് ചെയ്യാം, നമുക്ക് ഡിക്രിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അതായത് ജെനുവിനായിട്ട് ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മളിപ്പോൾ സിമ്പിളായിട്ടൊരു സിസ്റ്റം ഓൺ ചെയ്യുക. അപ്പം സിസ്റ്റത്തിൽ ഓൾറെഡി നമ്മൾ പാസ്വേഡ് സെക്യൂരിറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പൺ ആയി വരണമെങ്കിൽ എന്താണ്, സിസ്റ്റത്തിൽ ഒരു പാസ്വേഡിൻ്റെ സെക്യൂരിറ്റി ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, നമ്മൾ ആ സിസ്റ്റം ഓൺ ചെയ്യുന്ന ടൈമിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് നമ്മുടെ സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ പാസ്വേഡ് സെറ്റ് ചെയ്ത് വെക്കുന്നത്, അല്ലേ? അത് തന്നെ. Okay, OS security may be approached in many ways, including adherence to the following. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഒരുപാട് രീതികളുണ്ട്. അപ്പോൾ ഇൻക്ലൂഡിങ് എന്താണ്, ഇനി പറയുന്ന അതുൾപ്പെടെയാണ് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അതിലൊരു മൂന്നാല് ടെക്നിക്കുകളാണ് നമ്മൾ നോക്കുക ഏതൊക്കെ രീതിയിലാണ് OSന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് വൺ ആണ് പെർഫോമിംഗ് റെഗുലർ OS പാച്ച് അപ്ഡേറ്റ്സ്. അതായത് നമുക്ക് വിൻഡോസ് അപ്ഡേറ്റുകളൊക്കെ വരും. കുറേ ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അപ്ഡേറ്റ്സ് വരുമ്പം എന്തായിട്ട് റെഗുലറായിട്ട് ആ OSനെ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. പാച്ച് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ പ്രോഗ്രാം അല്ലെങ്കിൽ സിസ്റ്റത്തിലോ എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ അകത്ത് ഒരു സെറ്റ് ഓഫ് കോഡുകൾ കാണും. ആ കോഡുകൾ എന്ത് ചെയ്യുന്നു, ഒരു റെഗുലർ ഇൻ്റർവെൽ ടൈമിൽ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആ സെറ്റ് ഓഫ് കോഡുകളെയാണ് പാച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ആ OS പാച്ചിനെ റെഗുലർ ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് OSന് ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ എന്താണ്, ഇൻസ്റ്റാളിങ് അപ്ഡേറ്റഡ് ആൻറ്റിവൈറസ് എൻജിൻസ് ആൻഡ് സോഫ്റ്റ്വെയർ. അതുപോലെ എന്താണ്, നമ്മുടെ സിസ്റ്റത്തിൽ ആൻറ്റിവൈറസുകൾ അതുപോലെ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകളൊക്കെ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതിനെ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ് ആണ് സ്ക്രൂട്ടനിങ് ഓൾ ഇൻകമിങ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക് ത്രൂ എ ഫയർവാൾ. അതായത് എന്താണ്, ഫയർവാൾ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ് ഫയർവാൾ എന്ന് പറയുന്നത്. അത് മേ ബി ഒരു ഹാർഡ്വെയർ ആവാം, സോഫ്റ്റ്വെയർ ആവാം, അല്ലെങ്കിൽ ഹാർഡ്വെയറിൻ്റെയും കൂടെ സോഫ്റ്റ്വെയറിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനും ആവാം. അപ്പോൾ അതുവഴി എന്ത് ചെയ്യണം, നമുക്ക് വരുന്ന ഈ നെറ്റ്വർക്കുകളിലെ അതിനെ എന്ത് ചെയ്യുക, സ്ക്രൂട്ടനിങ് ചെയ്യണം. ഇൻകമിങ്ങും നമുക്ക് ഇങ്ങോട്ട് വരുന്നതും നമ്മളിൽ നിന്ന് പോകുന്നതുമായ എല്ലാ നെറ്റ്വർക്ക് ട്രാഫിക്കുകളെയും സ്ക്രൂട്ടനൈസിങ് ചെയ്യണം. നെറ്റ്വർക്ക് ഫയർവാൾ വഴി സ്ക്രൂട്ടനൈസ് ചെയ്ത് നോക്കുക. പിന്നെയാണ് ക്രിയേറ്റിംഗ് സെക്യൂർ അക്കൗണ്ട് വിത്ത് റിക്വയർഡ് പ്രിവിലേജസ് ഓൺലി. അതുപോലെ എന്താണ്, സെക്യൂർ ആയിട്ടുള്ള അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ എന്താണ്, ഒരു പർട്ടിക്കുലർ പ്രിവിലേജ് ഉള്ള ആൾക്ക്, ഇപ്പം ഒരു നമ്മുടെ സിസ്റ്റം ആക്സസ് ചെയ്യാൻ നമുക്ക് മാത്രമേ ആക്സസ് പ്രിവിലേജ് അല്ലെ ആക്സസ് റൈറ്റ്സ് ഉള്ളൂ എങ്കിൽ എന്താണ്, ആ യൂസറിൻ്റെ മാനേജ്മെൻറ്റ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, സെക്യൂർ ആയിട്ടുള്ള അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് രീതികളുണ്ട്. അതിലൊരു 4 ഇവിടെ പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ. ഫസ്റ്റ് വൺ ആയിരുന്നു നമ്മുടെ OS പാച്ചുകൾ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെന്താണ്, ആൻറ്റിവൈറസുകൾ അതുപോലെ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എൻജിൻസുകളൊക്കെ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്തതിനെ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. പിന്നെ ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക്കുകളെ സ്ക്രൂട്ടനൈസ് ചെയ്യുക. പിന്നെന്താണ്, സെക്യൂർ ആയിട്ടുള്ള അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക. റിക്വയർഡ് എന്ന് വെച്ചാൽ
നമുക്കൊരു ആക്സസ് പ്രിവിലേജ് ഉള്ള ആൾക്കാർക്ക് മാത്രം സെക്യൂർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റിംഗ് സെക്യൂർ അക്കൗണ്ട് വിത്ത് റിക്വയർഡ് പ്രിവിലേജസ് ഉള്ളി. ഒരു പ്രത്യേകം പ്രിവിലേജസ് ഉണ്ടായിരിക്കുമല്ലോ, നമുക്ക് ഇന്ന ഡേറ്റ മാത്രം ആക്സസ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യുന്ന വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ സിസ്റ്റത്തിലെല്ലാം ഡേറ്റാസ് ആക്സസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ അങ്ങനെയുള്ള കേസസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സെക്യൂർ ആയിട്ടുള്ള അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി ക്യാൻ സേഫ് ഗാർഡ് കമ്പ്യൂട്ടർ ഫ്രം ത്രെറ്റ്സ് ലൈക്ക്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS സെക്യൂരിറ്റി കമ്പ്യൂട്ടറുകളുടെ, അതായത് സിസ്റ്റംസ് ഉണ്ടല്ലോ, കമ്പ്യൂട്ടർ സിസ്റ്റംസ്, കമ്പ്യൂട്ടർ സിസ്റ്റംസിനകത്ത് കുറേ ത്രെഡുകളിൽ നിന്ന് സംരക്ഷിക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS സെക്യൂരിറ്റി, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി നമ്മുടെ കമ്പ്യൂട്ടറിൽ വരുന്ന കുറേ ത്രെഡുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കും. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ത്രെഡുകളിൽ നിന്നുമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നത്, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് അതിന് സേഫ് ഗാർഡായിട്ട് ആക്ട് ചെയ്യും. കുറേ ത്രെഡുകളിൽ നിന്ന് OS സെക്യൂരിറ്റി സേഫ് ഗാർഡായിട്ട് വർക്ക് ചെയ്യും. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് ട്രോജൻ, സെക്കൻഡ് വൺ ട്രാപ്പ് ഡോർ, തേർഡ് വൺ ലോജിക് ബോംബ്, ഫോർത്ത് വൺ വോംസ്, ഫിഫ്ത്ത് വൺ പോർട്ട് സ്കാനിങ് ആൻഡ് സിക്സ്ത് വൺ ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക്. ഇതെല്ലാം എന്താണ്, ടൈപ്സ് ഓഫ് അറ്റാക്കുകളാണ്, അല്ലെങ്കിൽ ത്രെഡുകളാണ്. അപ്പം ഇങ്ങനെയുള്ള ത്രെഡുകളിൽ നിന്നുമൊക്കെ നമുക്ക് എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി നമ്മളെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ത്രെഡ് ഏതാണ്, നമ്മൾ ഓൾറെഡി ഇതൊക്കെ ജസ്റ്റ് നോക്കിയിട്ടുള്ളതാണ്, ഒന്ന് രണ്ട് ത്രെഡുകളൊക്കെ നോക്കിയതാണ്. എന്നാൽ ഒന്നുകൂടി നോക്കാം. ട്രോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്, These gather user login credential and send them to malicious user or hackers so they can take control of the infected computer. അതായത് ഈ ട്രോജൻ എന്ന് പറയുന്ന ത്രെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ യൂസറിൻ്റെ ലോഗിൻ ക്രെഡൻഷ്യൽ ഡീറ്റെയിൽസ്, അതായത് യൂസർ ID പാസ്വേഡ് പോലെയുള്ള ഡേറ്റാസിനെ എന്ത് ചെയ്യുന്നു, ഹാക്ക് ചെയ്തെടുത്തിട്ട് അത് മലേഷ്യസ് ആയിട്ടുള്ള യൂസറിന് അല്ലെങ്കിൽ ഹാക്കേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കും. അതായത് ഒരാൾ ഹാക്ക് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യുന്നു, മലേഷ്യസ് ആയിട്ടുള്ള യൂസർ അല്ലെ ഹാക്കേഴ്സിന് ഈ ഡേറ്റ സെൻഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ഹാക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ലോഗിൻ ഡേറ്റാസ് യൂസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഇൻഫെക്റ്റഡ് കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യുന്നു, ആ ഇൻഫെക്റ്റഡ് കമ്പ്യൂട്ടറിനെ കൺട്രോൾ ആക്സസ് ചെയ്തെടുക്കുന്നു. എന്തെങ്കിലും കുഴപ്പമുള്ള കമ്പ്യൂട്ടറുകളെ എന്ത് ചെയ്യുന്നു, ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലോഗിൻ ക്രെഡൻഷ്യൽ ഡേറ്റാസിനെ ആക്സസ് ചെയ്ത് എടുക്കും. അതാണ് ട്രോജൻ എന്ന് പറയുന്ന അറ്റാക്ക്. ദെൻ ട്രാപ്പ് ഡോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ദീസ് ഡു നോട്ട് ഇൻറ്ററപ്റ്റ് ഹൗ എ പ്രോഗ്രാം ഈസ് ഡിസൈൻ ടു വർക്ക് ബട്ട് ഗെറ്റ് ഇൻ ത്രൂ എ ഗ്യാപ്പിംഗ് സെക്യൂരിറ്റി ഹോൾ ഇൻ ഇറ്റ്സ് കോഡ്. So their controllers can control it without alerting the legitimate user. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിനൊരു വർക്കിംഗ് ഉണ്ടല്ലോ, ഇന്ന രീതിയിൽ വർക്ക് ചെയ്യണം എന്ന്. അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ രീതിയിലേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ആ ഡിസൈനിങ്ങിനെ ഒന്നും എന്ത് ചെയ്യില്ല, ഇൻട്രപ്റ്റ് ചെയ്യില്ല, അതിനൊന്നും തടസ്സം വരുത്തില്ല. ജസ്റ്റ് എന്താ, നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഈ അറ്റാക്കേഴ്സ് നമ്മുടെ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നു, ഗെറ്റ് ചെയ്യും. അതായത് നമുക്ക് കുറച്ച് സെക്യൂരിറ്റി ഹോൾസുകളുണ്ട്, നമ്മുടെ സുരക്ഷാ ദ്വാരങ്ങളുണ്ട്, അതായത് സെക്യൂരിറ്റി ഹോൾസുകളുണ്ട് നമ്മുടെ ഓരോ സിസ്റ്റവും അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അകത്തൊക്കെ എന്താണ്, ഓരോ സെക്യൂരിറ്റി ഹോൾസുകളുണ്ട്. ആ സെക്യൂരിറ്റി ഹോൾസുകൾക്കിടയിലുള്ള കുറച്ച് കോഡുകളുണ്ട്, സെക്യൂരിറ്റിക്ക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കോഡുകളുമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ആ കോഡിൻ്റെ ആ സെക്യൂരിറ്റി ഹോൾസുകൾക്കിടയിലൂടെ ഈ ഹാക്കേഴ്സ് എന്ത് ചെയ്യുന്നു, നമ്മുടെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ സിസ്റ്റത്തിൻ്റെ എൻ്റയർ കൺട്രോൾ അവരെന്ത് ചെയ്യും, ആക്സസ് ചെയ്തെടുക്കും. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല, ലെജിറ്റിമേറ്റ്, അതായത് നമ്മുടെ ജെനുവിനായിട്ടുള്ള യൂസറിന് മനസ്സിലാവില്ല ഇത് ഓൾറെഡി അറ്റാക്ക് ചെയ്തല്ലേ ഹാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് അലേർട്ട് കിട്ടത്തില്ല, വിത്തൗട്ട് അലേർട്ടിങ് ദ ലെജിറ്റിമേറ്റ് യൂസർ. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ ഡിസൈൻ വർക്കിലൊന്നും ഒരു തടസ്സവും ഉണ്ടാവില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നേ, സെക്യൂരിറ്റി ഗ്യാപ്പ്
അല്ലെങ്കിൽ സെക്യൂരിറ്റി ഹോൾസുകൾക്കിടയിലൂടെ എന്ത് ചെയ്യുന്നു, ഈ അറ്റാക്കേഴ്സ് നമ്മുടെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവരവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ആക്സസ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ഹാക്ക് ചെയ്തെടുക്കുന്ന ഡേറ്റാസൊക്കെ ഹാക്ക് ചെയ്തെടുക്കും. പക്ഷെ അത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള യൂസർ അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള യൂസേഴ്സിന് അതിൻ്റെ അലേർട്ടൊന്നും മനസ്സിലാവില്ല. ഓക്കെ, നമുക്ക് അതിൻ്റെ അലേർട്ടൊന്നും തരാതെ തന്നെ എന്ത് ചെയ്തു, അവർ അവിടെ ഇരുന്ന് നിയന്ത്രിക്കും. ആ അറ്റാക്കേഴ്സ് ആയിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ലോജിക് ബോംബ്. ലോജിക് ബോംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് കോസ് എ പ്രോഗ്രാം ടു മിസ്ബിഹേവ് ഓൺലി വെൻ സ്പെസിഫിക് കണ്ടീഷൻ സ്പെസിഫൈഡ് ബൈ ദ ഹാക്കേഴ്സ് ആർ മെറ്റ്, മേക്കിംഗ് ദം മച്ച് ഹാർഡർ ടു ഡിറ്റക്ട് ദാൻ അതർ ത്രെഡ്സ്. അതായത് ഒരു പർട്ടിക്കുലർ ഒരു സ്പെസിഫിക് കണ്ടീഷനിൽ മാത്രമേ ഒരു പ്രോഗ്രാം തെറ്റായിട്ട്, അതായത് മീൻസ് മിസ്ബിഹേവ് ചെയ്യത്തുള്ളൂ. ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വരുമ്പോൾ മാത്രമേ പ്രോഗ്രാം എന്ത് ചെയ്യത്തുള്ളൂ, മിസ്ബിഹേവ് ചെയ്യത്തുള്ളൂ, മിസ്ബിഹേവ് ചെയ്യാനായിട്ട് കാരണമാകത്തുള്ളൂ. ഈ ലോജിക് ബോംബ് പോലെയുള്ള അറ്റാക്കുകൾ നമ്മുടെ സിസ്റ്റത്തിൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഹാർഡർ ആയിട്ടുള്ളൊരു കണ്ടീഷൻ. മറ്റുള്ള ത്രെഡുകളെ പോലെയുള്ള ലോജിക് ബോംബ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ പാടാണ്. കാരണം എന്താണ്, എല്ലാ കണ്ടീഷനിലും അതെന്ത് ചെയ്യത്തില്ല, മിസ്ബിഹേവ് ചെയ്യത്തില്ല. ചില പ്രോഗ്രാമിലെ ചില കണ്ടീഷൻസ് വരുമ്പോൾ മാത്രമേ മിസ്ബിഹേവ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാൻ കുറച്ച് ഹാർഡറാണ്, മറ്റുള്ള ത്രെഡുകളെ അപേക്ഷിച്ച് ഹാർഡാണ്. ദെൻ വേംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ദീസ് ജനറേറ്റ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓൺ എ സിസ്റ്റം ആൻഡ് ക്യാൻ ഇൻഫെക്റ്റ് കണക്റ്റഡ് ഡിവൈസസ്. അതായത് എന്താണ്, ഇപ്പോൾ ഒരു വേം ഒരു സിസ്റ്റത്തിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ഓൾറെഡി എന്ത് ചെയ്യുന്നു, യൂസറിൻ്റെ ഇൻട്രാക്ഷൻ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യും, സ്പ്രെഡാകും. ആ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മറ്റുള്ള എല്ലാ ഡിവൈസിനെയും ഇൻഫെക്റ്റ് ചെയ്യും, അല്ലേ? മൾട്ടിപ്പിൾ കോപ്പീസ് ജനറേറ്റ് ചെയ്തിട്ട് ബാക്കി എല്ലാവരെയും എന്ത് ചെയ്യുന്നു, അഫക്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് വേംസ്, അല്ലേ? അതായത് നമ്മളിപ്പം ഒരു സിസ്റ്റം ഒരു സിസ്റ്റത്തിൽ വേം അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റം കണക്ട് ചെയ്ത ആ എൻ്റയർ നെറ്റ്വർക്ക് ഫുൾ എന്ത് ചെയ്യും, ഷട്ട് ഡൗൺ ആയിട്ട് പോവും വേംസ്. കാരണം എന്താ, അത് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിലേക്ക് ഫുള്ളി കണക്ട് ചെയ്തിട്ട് ആ ഒരു എൻ്റയർ നെറ്റ്വർക്കിനെ തന്നെ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള കപ്പാസിറ്റി വേംസ് അറ്റാക്കിന് ഉണ്ട്. നെക്സ്റ്റ് ആണ് പോർട്ട് സ്കാനിങ്. പോർട്ട് സ്കാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് എ മീൻസ് എംപ്ലോയ്ഡ് ബൈ ഹാക്കേഴ്സ് ടു ഡിറ്റക്ട് സിസ്റ്റം വോൾണറബിലിറ്റീസ് ടു അറ്റാക്ക് ദ സിസ്റ്റം. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ദുർബലത, അതായത് ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു വോൾണറബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ പോർട്ട് സ്കാനിങ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിസ്റ്റത്തിന് ദുർബലത ഉണ്ട് എങ്കിൽ അറ്റാക്കേഴ്സിനെ ഡിറ്റക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ സിസ്റ്റത്തിനെ ഹാക്ക് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു സിസ്റ്റത്തിൻ്റെ ദുർബലത കണ്ടുപിടിക്കാൻ വേണ്ടിയിൽ, അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിലാണ് ഈ ഹാക്കേഴ്സ് പോർട്ട് സ്കാനിങ് യൂസ് ചെയ്യുന്നത്. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, സിസ്റ്റത്തിൻ്റെ വോൾണറബിലിറ്റി എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ സിസ്റ്റത്തിനെ ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് ആണ് ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക്. ദീസ് യൂഷ്വലി പ്രിവെൻറ്റ് യൂസർ ഫ്രം യൂസിങ് ദെയർ കമ്പ്യൂട്ടർ ബൈ യൂസിങ് അപ്പ് ഓൾ ദെയർ റിസോഴ്സസ്, ദസ് സ്ലോയിങ് ഓർ ഈവൻ ഷട്ടിങ് ദം ഡൗൺ. അതായത് ഈ ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് അല്ലെങ്കിൽ ഡോസ് അറ്റാക്ക് എന്ന് പറയുന്നത് സാധാരണയായിട്ട് അവരുടെ സിസ്റ്റത്തെ തന്നെ, അവരിപ്പോൾ യൂസർ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ, അതിൽ നിന്ന് അത് ഉപയോഗിക്കുന്നതിൽ നിന്ന് അവരെ തടയും. ഇപ്പം നമ്മുടെ ഒരു സിസ്റ്റം ഭയങ്കര സ്ലോ ആണെങ്കിൽ എന്താ, നമുക്കത് യൂസ് ചെയ്യാൻ ഭയങ്കര പാടാണ്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്ലോ ആയിട്ടുള്ളൊരു സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യാറില്ല, അല്ലെ? യൂസ് ചെയ്യുന്നത് കുറവായിരിക്കും. അപ്പം നമ്മുടെ ഒരു സിസ്റ്റം നമ്മളെ കൊണ്ട് തന്നെ ഉപയോഗിക്കാതിരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്കിൻ്റേത്. ഉപയോക്താക്കളെ അവരുടെ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയും. അവരുടെ എല്ലാ കാര്യങ്ങളും, അതായത് റിസോഴ്സുകൾ, അതുപോലെ അതിനെല്ലാം എന്ത് ചെയ്യുന്നു, ഇവരെ ഹാക്ക് ചെയ്തെടുക്കും. നമ്മുടെ ആ സിസ്റ്റത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, റിസോഴ്സുകളും ഹാക്കേഴ്സ് ഉപയോഗിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, കുറയും, മന്ദഗതിയിലാവും, അല്ലെങ്കിൽ സ്ലോ ആകും. സ്ലോയിങ് ഓർ ഈവൻ ഷട്ടിങ് ഡൗൺ ദം. ഒന്നെങ്കിൽ സ്ലോ ആകും, അല്ലെങ്കിൽ നശിച്ചു പോകും അറ്റാക്കേഴ്സ് യൂസ് ചെയ്യുന്നതിലൂടെ. ഓക്കെ, അതാണ് ഡെനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സിസ്റ്റത്തിനെ
സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പുറത്തുനിന്ന് വേറൊരാളും കൂടെ യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ എന്താണ്, നമ്മുടെ റിസൾട്ടൊന്നും കറക്റ്റ് ടൈമിൽ കിട്ടില്ല, സ്ലോ ആകും സിസ്റ്റം, സ്ലോ ആയിട്ട് അല്ലെങ്കിൽ എന്തായും ഷട്ട് ഡൗൺ ആയിട്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം ഇതെന്താ ചെയ്യുന്നത്, യൂഷ്വലി പ്രിവെൻറ്റ് യൂസർ ഫ്രം യൂസിങ് ദെയർ കമ്പ്യൂട്ടർ. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ എല്ലാ ഈ റിസോഴ്സുകളും, യൂസറിൻ്റെതായ എല്ലാ റിസോഴ്സുകളും എന്തായിരിക്കും, ഈ അറ്റാക്കേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ സിസ്റ്റം സ്ലോ ആവാനും അതുപോലെ ഷട്ട് ഡൗൺ ആയി പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റാണ് എൻഷുറിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി എങ്ങനെയൊക്കെ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുമെന്ന്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി ക്യാൻ ബി എൻഷുർഡ് വിത്ത് ദ ഫോളോവിങ് മെക്കാനിസം. ഇനി പറയുന്ന ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് വണ്ണാണ് ഓതൻറ്റിക്കേഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ജെനുവിനായിട്ടുള്ള ആളാണോ അല്ലയോ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലേ. Authentication identify every user in a system and ensure that their identity is legitimate. നമ്മുടെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ആണോ അല്ലയോ എന്ന് എൻഷുർ ചെയ്യുന്ന പ്രോസസ്സാണ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം മേക്ക് ഷുവർ ദാറ്റ് ഈച്ച് യൂസർ ഈസ് ഓതൻറ്റിക്കേറ്റഡ് ബിഫോർ ദേ ആർ അലൗഡ് ടു ആക്സസ് എ സിസ്റ്റം. ഡിഫറെൻറ്റ് വേ ടു എൻഷുർ ദെയർ ഓതൻറ്റിസിറ്റി ആർ യൂസർ നെയിം ആൻഡ് പാസ്വേഡ്, യൂസർ ആട്രിബ്യൂഷൻ ഐഡൻറ്റിഫിക്കേഷൻ and one time password and last one tokens. അതായത് നമുക്ക് നമ്മളുടെ യൂസറിൻ്റെ ഐഡൻറ്റിറ്റിയെ ചെക്ക് ചെയ്യാൻ, ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്തിട്ട് ജെന്യുവിനായിട്ടുള്ള ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു സിസ്റ്റം ആക്സസ് ചെയ്യാനുള്ള റൈറ്റ്സ് നമ്മൾ അലോ ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരുപാട് രീതികൾ യൂസ് ചെയ്യാറുണ്ട്, ഒരുപാട് ടെക്നിക്കുകൾ അല്ലെങ്കിൽ മെക്കാനിസംസ് യൂസ് ചെയ്യാറുണ്ട്, ജെനുവിനാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് ആണ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്, ജെനുവിൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഓതൻറ്റിക്കേഷൻ ചെക്ക് ചെയ്യുവാണ്, ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്യുവാണ്. എവറി യൂസർ ഹാസ് ദെയർ ഡിസ്റ്റിൻറ്റ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ദാറ്റ് നീഡ് ടു ബി എൻറ്റേർഡ് കറക്റ്റ്ലി ബിഫോർ ദേ ആർ ഏബിൾ ടു ആക്സസ് എ സിസ്റ്റം. അതായത് ഓരോ യൂസറിനും എന്താണ്, ഡിസ്റ്റിൻ്റ് ആയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡുമാണ്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, കറക്റ്റ്ലി ചെക്ക് ചെയ്ത് നോക്കും ജെനുവിൻ ആയിട്ടുള്ള ആളാണോ അല്ലയോ എന്ന്. അതിനുശേഷം മാത്രമേ സിസ്റ്റം ആക്സസ് ചെയ്യാനുള്ള റൈറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. അതുപോലെ യൂസർ ആട്രിബ്യൂഷൻ ഐഡൻറ്റിഫിക്കേഷൻ, അതായത് നമ്മുടെ ബയോമെട്രിക്സ് ഡിവൈസുകളൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യൂസറിൻ്റെ ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് ബയോമെട്രിക് വെരിഫിക്കേഷൻ സച്ചാസ് ഫിംഗർ പ്രിൻറ്റ്, ഐ റെറ്റിന, അത് കണ്ണിൻ്റെ റെറ്റിന യൂസ് ചെയ്ത് സ്കാൻ ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഐഡൻറ്റിറ്റിയെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഓതൻറ്റിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ യുണീക്നെസ് ഓഫ് യൂസേഴ്സ് ആൻഡ് ഈസ് കമ്പയർഡ് വിത്ത് ദ ഡേറ്റാബേസ് സാമ്പിൾസ് ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ദ സിസ്റ്റം. അതായത് എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇപ്പോൾ ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ ഫിംഗർ പ്രിൻ്റ്, ഐസിൻ്റെ റെറ്റിന സ്കാൻ ചെയ്യുകയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, ഓൾറെഡി സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഡേറ്റാബേസിനകത്ത് അതിൻ്റെ ഒരു സാമ്പിൾ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ പിറ്റത്തെ പ്രാവശ്യം ലോഗിൻ ചെയ്യുന്ന ടൈമിൽ ഓൾറെഡി ഡേറ്റാബേസിലുള്ള കാര്യവും ഇപ്പം നമ്മൾ ലോഗിൻ ചെയ്ത ഡേറ്റയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് മാച്ചാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. മാച്ച് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മുടെ സിസ്റ്റം ആക്സസ് ചെയ്യാനുള്ള റൈറ്റ്സ് കൊടുക്കത്തുള്ളൂ. ആട്രിബ്യൂഷൻ ഐഡൻറ്റിഫിക്കേഷൻ, യൂസർ ആട്രിബ്യൂഷനാണ് ബയോമെട്രിക് വെരിഫിക്കേഷൻസ് ഒക്കെ. ദെൻ വൺ ടൈം പാസ്വേഡ്. വൺ ടൈം പാസ്വേഡ് നമുക്കറിയാവുന്ന അല്ലേ, നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് അക്കൗണ്ടുകളിലും വൺ ടൈം പാസ്വേഡാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം എന്താ, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതലായിട്ട് ആ പർട്ടിക്കുലർ ആക്സസ് റൈറ്റ്സിന് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് വൺ ടൈം പാസ്വേഡ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. വൺ ടൈം പാസ്വേഡ് ഈസ് ജനറേറ്റഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഈച്ച് ടൈം a user want to log in and enter a system. The same password cannot be used again. അതായത് വൺ ടൈം പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു യൂസർ ഒരു പ്രാവശ്യം ഒരു അക്കൗണ്ട്, ഇപ്പം ജിമെയിൽ അക്കൗണ്ട് അല്ലെങ്കിൽ എന്താണ് ഒരു സിസ്റ്റത്തിലേക്ക് ലോഗിൻ ചെയ്യുന്ന ടൈമിൽ എന്താണ്, ആ പർട്ടിക്കുലർ ടൈമിൽ മാത്രമാണ് ആ പാസ്വേഡ് കൊണ്ട് യൂസ് ഉള്ളൂ, വൺ ടൈം പാസ്വേഡ് കൊണ്ട്.
പിറ്റത്തെ പ്രാവശ്യം നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ എന്താണ് അടുത്ത പാസ്വേഡാണ് യൂസ് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം സെയിം പാസ്വേഡ് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സെയിം പാസ്വേഡ് കാനോട്ട് ബി യൂസ്ഡ് എഗെയിൻ. അപ്പോൾ അതിന് വേണ്ടി 2 മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് വൺ ടൈം പാസ്വേഡിന്. ഒന്ന് റാൻഡം നമ്പേഴ്സ്, ദെൻ 2 സീക്രട്ട് കീസ്. അത് വൺ ടൈം പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ടൈമും യൂസർ ലോഗിൻ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യണം, നമ്മൾ പുതിയ പാസ്വേഡ് ഒരു OTP പോലെയുള്ള വൺ ടൈം പാസ്വേഡ് എന്ത് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യും. അപ്പം ഓരോ ടൈമിൽ നമ്മൾ എപ്പോഴൊക്കെ ലോഗിൻ ചെയ്യുന്നു അപ്പോഴൊക്കെ നമുക്ക് വേറെ വേറെ പാസ്വേഡുകളായിരിക്കും വരുന്നത്, അല്ലേ? OTPs ആണ് വരുന്നത്, അല്ലേ? സെയിം പാസ്വേഡ് കനോട്ട് ബി യൂസ്ഡ് അഗെയിൻ. സെയിം പാസ്വേഡ് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. റാൻഡം നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വൺ ടൈം പാസ്വേഡ് യൂസ് ചെയ്യുന്ന 2 ടെക്നിക്കാണ് റാൻഡം നമ്പരും അതുപോലെ സീക്രട്ട് കീസ്. റാൻഡം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? The system may ask you for numbers corresponding to a set of pre-arranged alphabets. The combination is different every time you require a login. അതായത് ഒരു സിസ്റ്റം തന്നെ എന്ത് പറയും, ആസ്ക് യു ഫോർ നമ്പേഴ്സ് കറസ്പോണ്ടിങ് ടു എ സെറ്റ് ഓഫ് പ്രീ അറേഞ്ച്ഡ് ആൽഫബറ്റ്. ഓൾറെഡി അറേഞ്ച് ചെയ്ത് കുറേ ആൽഫബറ്റ്സ് കാണും. അതിൻ്റെ ബേസിൽ റാൻഡമായിട്ട് എന്ത് ചെയ്യുന്നു, സിസ്റ്റം തന്നെ എന്ത് ചെയ്യുന്നു, ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ്, റാൻഡം നമ്പേഴ്സ് എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്ത് തരും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഓരോ പ്രാവശ്യം നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നത്, അവർ സെറ്റ് ചെയ്തേക്കുന്ന റാൻഡമായിട്ട് പ്രീ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ആ ആൽഫബറ്റ് ആയിരിക്കും നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് തരുന്നത്. റാൻഡം നമ്പേഴ്സ് ആയിരിക്കും. എല്ലാ പ്രാവശ്യവും എന്താണ് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ റാൻഡം നമ്പേഴ്സ് അടിച്ചു കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി. പിന്നെ രണ്ടാമത്തെ ഒരു കേസാണ് സീക്രട്ട് കീസ് എന്ന് പറയുന്നത്. സീക്രട്ട് കീസ്, ദീസ് ഇൻക്ലൂഡ് എ ഹാർഡ്വെയർ ഡിവൈസ് ദാറ്റ് ജനറേറ്റ് എ സീക്രട്ട് കീ ഫോർ ദ യൂസർ ID ആൻഡ് ചേഞ്ച് എവറി ടൈം. സീക്രട്ട് കീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ഹാർഡ്വെയർ ഡിവൈസ് കാണും. റാൻഡം നമ്പർ ആണെങ്കിൽ എന്താ, ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്രീ അറേഞ്ച്ഡ് ആൽഫബറ്റ്സ് നമ്പേഴ്സൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് സിസ്റ്റം തന്നെ ജനറേറ്റ് ചെയ്ത് തരും. ഓരോ പ്രാവശ്യവും എന്തായിരിക്കും, ഡിഫറൻറ്റ് കോമ്പിനേഷൻ ഓഫ് നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് തരുന്നത്. സീക്രട്ട് കീ ആണെങ്കിൽ അതിനകത്ത് നമുക്ക് സീക്രട്ട് കീ ജനറേഷനിലാണ് OTP ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ഹാർഡ്വെയർ ഡിവൈസ് കാണും, ഒരു ഡിവൈസ്. ആ ഡിവൈസ് വെച്ചിട്ട് ഇപ്പോൾ കാർഡുകളൊക്കെ ഇല്ലേ, ഹാർഡ്വെയർ ആയിട്ടുള്ള എന്തെങ്കിലും ഡിവൈസുകളൊക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ സീക്രട്ട് കീയെ ജനറേറ്റ് ചെയ്യുന്നത്. യൂസർ IDക്കൊക്കെ ഒരു സീക്രട്ട് കീ ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. അതും എന്താണ്, ഓരോ പ്രാവശ്യവും നമ്മൾ ഈ ഹാർഡ്വെയർ യൂസ് ചെയ്യുമ്പോൾ, ഹാർഡ്വെയർ ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, ആ കീയും ഓരോ പ്രാവശ്യവും എവറി ടൈമിലും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ദെൻ അടുത്ത ഓതൻറ്റിക്കേഷനാണ് ടോക്കൺ. ടോക്കൺസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഓതൻറ്റിക്കേഷൻ്റെ അകത്ത് പഠിച്ചിട്ടുള്ളതാണ്, അല്ലേ? ഇവിടെ സിമ്പിളായിട്ട് ജസ്റ്റ് പറയാം, യൂസർ ഈസ് ഓതൻറ്റിക്കേറ്റഡ് വിത്ത് സം ടൈംസ് ദാറ്റ് ദേ ഫിസിക്കലി പോസസ് സച്ച് ആ സ്മാർട്ട് കാർഡ് ഓർ ഇലക്ട്രിക് കീ കാർഡുകളൊക്കെ. അതായത് ടോക്കൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എല്ലാവർക്കും യൂണീക്ക് ആയിരിക്കും. ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, യൂസറിനെ ഓതൻറ്റിക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിലാണ്. അതൊരു ഫിസിക്കലി പ്രോസസ്സാണ്, ഫിസിക്കലായിട്ടുള്ളൊരു എന്താ ഒരു ഡിവൈസാണെന്ന് പറയാം. എക്സാമ്പിൾ പറയാം, സ്മാർട്ട് കാർഡുകൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കീ കാർഡുകളൊക്കെ എന്താണ്, ടോക്കൺസിന് എക്സാമ്പിളാണ്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജെനുവിനായിട്ടുള്ള ഒരാളാണോ നമ്മുടെ വോയിസ് ആക്സസ് ചെയ്യാൻ വരുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കിയത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റീസ് ആയിരുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റീസ് എന്താണ് മെയിനായിട്ട് എൻഷുർ ചെയ്യുന്നത്, OSൻ്റെ ഇൻറ്റഗ്രിറ്റിയും അവൈലബിലിറ്റി അതുപോലെ കോൺഫിഡൻഷ്യാലിറ്റിയാണ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ത്രെഡ്സുകളിൽ നിന്നും, വൈറസ്, വേംസ് അതുപോലെ ഹാക്കേഴ്സിൽ നിന്നുമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരുപാട് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി ഒരുപാട് രീതിയിൽ എന്ത് ചെയ്യുന്നു, അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. അതിന് മെയിനായിട്ട് കുറച്ച് അപ്രോച്ചസാണ്. എന്തായിരുന്നു, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അപ്ഡേറ്റ് റെഗുലർ ഇൻ്റർവെല്ലിൽ OS അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ എന്താണ്, ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർസുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യണം. നെറ്റ്വർക്ക് ട്രാഫിക്കിലുള്ള ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് സിഗ്നൽസുകളെ എന്ത് ചെയ്യണം, സ്ക്രൂട്ടനൈസ് ചെയ്യണം. പിന്നെന്താണ്, സെക്യൂർ ആയിട്ട് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക. ആക്സസ് പ്രിവിലേജ് ഉള്ള, റിക്വയർഡ് ആയിട്ടുള്ള ഒരു ആക്സസ് പ്രിവിലേജ് ഉള്ള ആൾക്കാർക്ക് എന്താണ്, സെക്യൂർ ആയിട്ടുള്ള അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണം.
പിന്നെ നമ്മൾ പഠിച്ചത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ത്രെഡുകൾ, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഈ പറയുന്ന ത്രെഡുകൾ എന്ത് ചെയ്യുന്നു, ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി: ട്രോജൻ, ട്രാപ്പ് ഡോറ്, ലോജിക് ബോംബ്, വേംസ്, അതുപോലെ എന്താണ് പോർട്ട് സ്കാനിങ്, അതുപോലെ ഡിനീൽ ഓഫ് സർവീസ് അറ്റാക്ക്, ഡോസ്, ഡിനീൽ ഓഫ് സർവീസ് അറ്റാക്കുകളെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ പഠിച്ചതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നത് വെച്ചാൽ ഉറപ്പ് വരുത്താൻ വേണ്ടി, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി ഉറപ്പ് വരുത്താൻ വേണ്ടി നമുക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് വൺ ആയിരുന്നു ഓതൻറ്റിക്കേഷൻ. എന്തൊക്കെ രീതിയിലാണ് ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നത്? അത് ഐഡൻറ്റിറ്റീനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യുവാണ്, ജെന്യുവൻ ആയിട്ടുള്ള ഒരാളാണോ അല്ലയോ ഈ സിസ്റ്റം ആക്സസ് ചെയ്യാൻ വന്നേക്കുന്നതെന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. അത് ഡിഫറൻറ്റ് രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്ന് യൂസർ ID ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്യാം. അതുപോലെ യൂസർ ആട്രിബ്യൂഷൻ ഐഡൻറ്റിഫിക്കേഷൻ, അത് ബയോമെട്രിക് ഡിവൈസുകൾ യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. അതുപോലെ എന്താണ് വൺ ടൈം പാസ്വേഡുകൾ യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. പിന്നെ ടോക്കൺസ് യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് നോക്കിയത്. സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റീസ്. ഓക്കെ, താങ്ക് യു.